നമ്മൾ ക്രിസ്ത്യാനികളുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് കൂദാശകളാണ്. കുഞ്ഞുനാൾ മുതൽ കാണാപ്പാടാക്കിയ ഒരു നിർവചനമാണ് അദൃശ്യമായ ദൈവവരപ്രസാദത്തിൻ്റെ ദൃശ്യമായ അടയാളങ്ങളാണ് കൂദാശകളെന്ന്. ഈ ദൈവവരപ്രസാദം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരാളെ ഞാൻ സുവിശേഷത്തിൽ കണ്ടുമുട്ടി. അത് പരിശുദ്ധ അമ്മയാണ്, കൂദാശയായ ഒരമ്മ. തൻ്റെ ശുദ്ധീകരണത്തിൻ്റെ 40-ാം ദിവസം ഉണ്ണീശോയെ ദേവാലയത്തിൽ കൊണ്ടുചെന്ന് ശമയോൻ എന്ന മഹാത്മാവന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുമ്പോൾ നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടക്കുമെന്ന് ശമയോൻ പ്രവചിച്ച ആ നിമിഷം സകല ജനതകളുടെ അമ്മയാകാനുള്ള മാമോദീസ അവൾ മുങ്ങി. സ്ഥൈര്യലേപനത്തിലേക്ക് വരുമ്പോഴോ സെഹിയോനുട്ടിശാലയിലെ ശിഷ്യന്മാരോടൊപ്പം പ്രാർത്ഥനയിലായിരുന്ന പരിശുദ്ധ അമ്മയുടെ മേല് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നതിനു മുൻപേ അവളുടെ സ്ഥൈര്യലേപനം കഴിഞ്ഞതാണ്. കാരണം അവൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയാക്കപ്പെട്ടവളാണ്. അങ്ങനെ പരിശുദ്ധാത്മാവിനാൽ ജീവിച്ച ഒരുവളാണ് പരിശുദ്ധ മറിയം. ലോകത്തിലെ ആദ്യത്തെ സക്രാരി എന്നും ആദ്യം ഈശോയെ ഹൃദയത്തിൽ സ്വീകരിച്ചവൾ എന്നൊക്കെ നമുക്ക് പരിശുദ്ധ അമ്മയെ വിശേഷിപ്പിക്കാമെങ്കിലും ഒന്ന് വിഷ്വലായിട്ട് ചിന്തിച്ചു നോക്കുമ്പോഴല്ലേ കുരിശിന്റെ താഴെ നിന്നുകൊണ്ട് തൻ്റെ സുപുത്രന്റെ മൃതശരീരം മടിയിൽ ഏറ്റുവാങ്ങിയപ്പോൾ നടന്നത് ലോകത്തെ ആദ്യത്തെ ദിവ്യകാരുണ്യ സ്വീകരണം ആയിരുന്നില്ലേ? ഉത്ഭവ പാപം പോലും ഇല്ലാതെ ജനിച്ച ഈ അമലോത്ഭവ രാജ്ഞിക്ക് കുംഭസാരത്തിന്റെ ആവശ്യമുണ്ടോ? ഒരിക്കലുമില്ല. പക്ഷേ നമ്മളൊക്കെ പാപം ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഈശോ അകലുന്നതായിട്ടും ഈശോയെ നഷ്ടപ്പെടുന്നതായിട്ടും നമുക്ക് തോന്നാറില്ലേ? 3 ദിവസം ഈശോയെ കാണാതായപ്പോൾ അമ്മ അനുഭവിച്ചതും ആ വേദനയാണ്. അവളുടെ ഹൃദയത്തിൽ നിന്നും ജീവിതത്തിൽ നിന്നൊക്കെ ഈശോയെ നഷ്ടപ്പെട്ടു പോകുമോ എന്നൊരു പേടി അവൾ അനുഭവിച്ചിട്ടുണ്ടാകണം. ആത്മാർത്ഥമായിട്ടൊരു കുംഭസാരം കഴിയുമ്പോഴും നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു സമാധാനമില്ലേ, ഒരു ആനന്ദമില്ലേ? ആ ആനന്ദം അമ്മയോ അനുഭവിച്ചിട്ടുണ്ട്. 3-ാം ദിവസം ദേവാലയത്തിൽ വെച്ച് വേദശാസ്ത്രജ്ഞരുമായി തർക്കിച്ചിരിക്കുന്ന ഈശോയെ കണ്ടെത്തിയപ്പോൾ കുംഭസാരം കഴിഞ്ഞു കിട്ടുന്ന ഒരു സൗഖ്യവും സുഖവും അമ്മ അനുഭവിച്ചു. പരിശുദ്ധ അമ്മയെ ഈശോയെയും കണ്ടുകൊണ്ട് മരിക്കാൻ ഭാഗ്യം ലഭിച്ച ഒരാളാണ് വിശുദ്ധ ഔസേപ്പ് പിതാവ്. യഹൂദ പാരമ്പര്യം അനുസരിച്ച് സങ്കീർത്തനങ്ങൾ ഉരുവിട്ട് ജീവിച്ച ഒരാളാണ് പരിശുദ്ധ അമ്മ. സങ്കീർത്തനങ്ങളുടെ തൈലം കൊണ്ട് അമ്മ വിശുദ്ധ ഔസേപ്പ് പിതാവിന്റെ ഹൃദയത്തിൽ പുരട്ടിയിട്ടുണ്ടാകണം. നിത്യജീവന്റെ വചസ്സായ ഈശോയും അടുത്തുള്ളപ്പോൾ ഏതൊരു പുരോഹിതനും കൊടുക്കാൻ സാധിക്കുന്നതിലും വലിയൊരു രോഗിലേപനമല്ലേ അവിടെ പൂർത്തിയാകുന്നത്. കാനായിലെ കല്യാണ വീട്ടില് അമ്മയുടെ നിർബന്ധം കൊണ്ട് മാത്രമാണ് ഈശോ വെള്ളം വീഞ്ഞാക്കുന്നത്. അവിടെ ഈശോയുടെ ആദ്യത്തെ അത്ഭുതം മാത്രമല്ല, തിരുപ്പട്ടവും കൂടിയാണ് കഴിഞ്ഞത്. തൻ്റെ അത്ഭുതങ്ങളുടെ അൾത്താരയിലേക്ക് അവനെ അമ്മ കൈപിടിച്ച് നടത്തി. അങ്ങനെ അമ്മ ആദ്യത്തെ തിരുപ്പട്ടത്തിനും സാക്ഷിയായി. വിവാഹം എന്ന കൂദാശ ഇത്രത്തോളം വിശ്വസ്തയോടെ ജീവിച്ച വേറൊരു ഭാര്യ ഉണ്ടാവില്ല. പരിശുദ്ധ അമ്മയെ കണ്ടിട്ടായിരിക്കണം വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിട്ടുള്ളത്, ഭാര്യമാരെ നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായി ജീവിക്കുവാനെന്ന്. അത്രത്തോളം വിശ്വസ്തയോടെ, അത്രത്തോളം വിധേയത്വത്തോടെ, അത്രത്തോളം വിനയത്തോടെ ദാമ്പത്യ ജീവിതം ജീവിച്ച വേറൊരു ഭാര്യ ഉണ്ടാവില്ല. ഇനി നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ കൂദാശ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാം. നമ്മുടെ ആദ്യ കുർബാന സ്വീകരണം എത്രത്തോളം ആഗ്രഹത്തോടെ ആയിരിക്കും, എത്രത്തോളം സന്തോഷത്തോടെയാണ് നമ്മൾ ഈശോയെ സ്വീകരിച്ചത്. പിന്നീടുള്ള കുർബാന സ്വീകരണങ്ങളൊക്കെ ഒരു കടത്ത് കഴിക്കലായിട്ട് അല്ലെങ്കിൽ ഒരു നേരം പോക്കായിട്ട് മാറിയിട്ടുണ്ടാവും. പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നതായിട്ട് നമുക്ക് നമ്മുടെ സ്ഥൈര്യലേപനത്തിന് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ പിന്നീട് അങ്ങോട്ട് പരിശുദ്ധാത്മാവ് എന്താണെന്ന് പോലും നമ്മൾ മറന്നു പോകുന്ന അവസ്ഥയിൽ എത്തിയിട്ടില്ലേ? ആണ്ടിൽ ഒരിക്കലും മാത്രം ആരെങ്കിലും ബോധിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ഒന്നാവരുത് നമ്മുടെയൊക്കെ കുംഭസാരങ്ങൾ. എല്ലാ മാസവും കുംഭസാരിക്കുന്നവരാണെങ്കിൽ പോലും ആത്മാർത്ഥമായിട്ട് ഹൃദയത്തെ പരിശോധിച്ച് നല്ലൊരു കുംഭസാരം നടത്താൻ നമുക്ക് സാധിക്കാറുണ്ടോ? അച്ഛന്മാരുടെ സിസ്റ്റേഴ്സിൻ്റെ ഒക്കെ തിരുപ്പട്ടത്തിന്റെ സമയത്ത് അല്ലെങ്കിൽ പ്രഥമ വ്രത വാഗ്ദാനത്തിന്റെ സമയത്തൊക്കെ മുഖത്ത് കാണുന്ന ഒരു വലിയ പ്രകാശം ഉണ്ടല്ലോ. സ്വർഗത്തിൽ നിന്ന് മാലാഖമാര് ഇറങ്ങി വന്നാൽ എത്രത്തോളം പ്രകാശം ഉണ്ടാകുമോ അത്രത്തോളം മുഖം ഇങ്ങനെ പ്രകാശിച്ചുകൊണ്ടിരിക്കും. പക്ഷേ പിന്നീടുള്ള സന്യാസ പൗരോഹിത്യ ജീവിത വഴിത്താരയില് നമ്മുടെ മുഖത്തിന്റെ വെട്ടത്തിന് മങ്ങലേറ്റിട്ടില്ലേ? വിവാഹത്തിന്റെ സമയത്ത് അത് എത്ര നാൾ പ്രണയിച്ചവരായിക്കോട്ടെ, എത്ര നാൾ അറിയാവുന്നവരായിക്കോട്ടെ, അല്ലെങ്കിൽ അടുത്തറിയാവുന്നവരാണെങ്കിലും അൾത്താരയ്ക്ക് മുൻപിൽ നിന്നുകൊണ്ട് വലതുകരം ചേർത്ത് പിടിച്ച് ഉടമ്പടി ഏറ്റുകൊള്ളുമ്പോൾ ഒരു വിറയിൽ ഒരു പേടിയൊക്കെ കാണാറുണ്ട്. അത് നിങ്ങളുടെ വിശ്വസ്തത തെളിയിക്കുന്നതാണ്.
ആ ഒരു വിശ്വസ്തതയും സത്യസന്ധതയൊക്കെ പിന്നീടുള്ള ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും. എങ്കിലിതാ സ്വർഗത്തിലിരുന്നു കൊണ്ട് ജീവിതത്തെ തന്നെ കൂദാശയാക്കിയ ഒരമ്മ നമ്മെ വെല്ലുവിളിക്കുന്നുണ്ട്. സകല ദൈവവര പ്രസാദങ്ങളാലും നിറഞ്ഞ അമ്മ നമ്മോട് ചോദിക്കുന്നുണ്ട്, എത്രത്തോളം നിനക്ക് നിന്റെ കൂദാശ ജീവിതത്തിൽ ജീവിക്കാൻ സാധിക്കുന്നുണ്ട്? കൂദാശകളെ സ്വീകരിച്ച ഒരുവളായിട്ടല്ല, ജീവിതത്തെ തന്നെ കൂദാശയാക്കിയ ആ അമ്മ നമ്മെ നോക്കി പറയുന്നുണ്ട്, നമ്മുടെ ജീവിതങ്ങളെ അദൃശ്യമായ ദൈവവര പ്രസാദം കൊണ്ട് നിറയ്ക്കാൻ, അങ്ങനെ ജീവിതം തന്നെ കൂദാശയാക്കാൻ, കൂദാശകളെ വിശ്വസ്തയോടെ ജീവിക്കാൻ. അതിനായി നമ്മെ അമ്മ അനുഗ്രഹിക്കട്ടെ. ആമേൻ.